ചെയ്യിച്ച് മലപ്പുറത്തെയോ അല്ലെങ്കിൽ മലപ്പുറം പ്രതിനിധീകരിക്കുന്ന ഒരു ജനവിഭാഗത്തെയോ മോശമായി ചിത്രീകരിക്കാനും കഴിഞ്ഞ കാലങ്ങളിൽ CPM-ന് വോട്ട് ചോർച്ച ഉണ്ടായ കാരണത്തിന് ഏതെങ്കിലും ഒരു സമുദായത്തെ പ്രതിയാക്കി ആ സമുദായത്തെ വിമർശിക്കുകയോ ആ സമുദായത്തിനെതിരെ പറയുകയോ ചെയ്താൽ മറ്റു ജനവിഭാഗത്തിന്റെ കയ്യടി കിട്ടുമെന്ന് പറയുന്ന ഒരു കുതന്ത്രത്തിന്റെ ഭാഗമായുള്ള ആസൂത്രിതമായ നീക്കമാണ് എന്ന് ഞങ്ങൾ സംശയിക്കുകയാണ്. ഒന്നാമതായി. രണ്ടാമതായി, അൻവറും CPM-ഉം തമ്മിൽ ഏറ്റുമുട്ടലുണ്ട്. അതിന് മലപ്പുറത്തെ ജനത എന്തിനു വെച്ചു? മലപ്പുറം ജനങ്ങൾ എന്താണ് അതിൽ തെറ്റിയത്? മലപ്പുറത്തെ മാത്രം കേന്ദ്രീകൃതമാക്കി വരെ നടത്തുന്ന പ്രസ്താവന ആദ്യമായി ഉണ്ടായതല്ല. നമുക്കറിയാം, മലപ്പുറം എന്ന് പറയുന്ന ജില്ലയെ കേന്ദ്രീകരിച്ച് മലപ്പുറത്തിന് ഉള്ളടക്കം വർഗീയമാണ് എന്ന് കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞത് നമ്മൾ മറന്നുപോയിട്ടില്ല. കാലിക്കറ്റ് സർവകലാശാലയിൽ വൈസ് ചാൻസലറും രജിസ്ട്രാറുമായി ഒരേ സമുദായത്തിലെ രണ്ടാളുകൾ വന്നപ്പോൾ അവിടെ താലിബാൻ ഭരണം നടക്കുന്നു എന്ന് A. വിജയരാഘവൻ പറഞ്ഞത് നമ്മൾ മറന്നുപോയിട്ടില്ല. മലപ്പുറത്തെ കുട്ടികൾ 10ാം ക്ലാസ്സിൽ വലിയ വിജയം നേടിയപ്പോൾ, അവർ എഞ്ചിനീയറിംഗിൽ വലിയ വിജയം നേടിയപ്പോൾ കോപ്പി അടിച്ച് ജയിക്കുന്നു എന്ന് മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ പറഞ്ഞത് നമ്മൾ മറന്നുപോയിട്ടില്ല. ഗെയിൽ സമരം, കേരളത്തിൽ എല്ലായിടത്തും ഗെയിൽ സമരം നടക്കുമ്പോൾ ഈ മലപ്പുറത്തെ ഗെയിൽ സമരത്തിൽ ഒരു സമരത്തെ മാത്രം കാണിച്ച് വർഗീയതയുടെ ചാപ്പ കുത്തിയത് നമ്മൾ മറന്നുപോയിട്ടില്ല. കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ ഔദ്യോഗിക ലെറ്റർ പേരിൽ അത് എഴുതി വന്നതും നമ്മൾ വായിച്ചതാണ്. നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ട സമരം ഈ പിണറായി സർക്കാരിന്റെ കാലത്ത് നടക്കുമ്പോൾ മലപ്പുറത്ത് തീവ്രവാദികളുടെ സമരമാണ് എന്ന് CPM പറയുന്നത് നമ്മൾ കേട്ടതാണ്. എന്ന് വെച്ചാൽ ആദ്യമായിട്ടല്ല മലപ്പുറം ഫോബിയയുമായി ബന്ധപ്പെട്ട് ഒരു CPM